ജീവിതം തകർന്നു പോയവരും പരാജയത്തിൻ്റെ പടുകുഴിയിൽ വീണവരും അവരെപ്പോഴും പ്രാർത്ഥിക്കുന്നൊരു പ്രാർത്ഥനയുണ്ട്. ഞങ്ങളെ രക്ഷിക്കാൻ കർത്താവെ ഒന്ന് വേഗത്തിൽ വെളിപ്പെടണമേ. ദൈവം നിങ്ങളെ ഉടനെ രക്ഷിക്കുമെന്നൊരു സന്ദേശമാണ് ഇന്ന് നിങ്ങളോട് പരിശുദ്ധാത്മാവ് സംസാരിക്കാൻ പോകുന്നത്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 59 അധ്യായം 1 വാക്യം. രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം യഹോവയുടെ കൈ കുറുകിയിട്ടില്ല, കേൾപ്പാൻ കഴിയാതെ വണ്ണം അവന്റെ ചെവി മന്ദമായിട്ടുമില്ല. ഈ ദിവസങ്ങളിൽ ഈ പ്രാവചനിക ദൂതിനെ മുൻനിർത്തിക്കൊണ്ടോ ദൈവം നിങ്ങളോട് സംസാരിക്കുക. ഈ ദിവസങ്ങളിൽ നിങ്ങളെ രക്ഷിക്കാൻ യഹോവയ്ക്ക് പ്ലാനുണ്ട്. കാട്ടുവള്ളികളാൽ കുരുങ്ങപ്പെട്ട് കിടക്കുന്ന ഒരാട്ടിൻകുട്ടിയെ ഒരിടയൻ കാട്ടുവള്ളികൾ മുറിച്ചു മാറ്റി പുറത്തെടുത്ത് വിടുവിക്കുന്നത് പോലെ ഞാൻ ആത്മാവിൽ കാണുന്നൊരു കാഴ്ച പറയാം. ഒരിക്കലും ഊരിപ്പോരത്തില്ലെന്ന് പറഞ്ഞ ചില കുരുക്കിനകത്തു നിന്ന് ഈ ദിവസങ്ങളിൽ യേശു ക്രിസ്തു നിന്നെ സ്വതന്ത്രനാക്കാൻ പോകുകയാണ്. ആർക്കും രക്ഷിക്കാൻ കഴിയത്തില്ലെന്ന് നീ തന്നെ പല ആവർത്തി പറഞ്ഞു കഴിഞ്ഞു. കാരണം സാഹചര്യം നിന്റെ ലൈഫിനെ വല്ലാതെ വേട്ടയാടിക്കൊണ്ടിരിക്കുക. നിനക്ക് വിടുവിക്കപ്പെടാൻ ആഗ്രഹമുണ്ട്, അനുഗ്രഹിക്കപ്പെടാൻ ആഗ്രഹമുണ്ട്, വിജയിക്കാൻ ആഗ്രഹമുണ്ട്. എന്നാൽ ആഗ്രഹത്തിനൊത്തു ചലിക്കാൻ കഴിയാതെ ജീവിതം ശൂന്യമായി കിടക്കുന്ന നിന്നോട് ദൈവം സംസാരിക്കുക. രക്ഷിക്കുന്ന വീരനായി എൻ്റെ കർത്താവ് നിന്റെ ചാരെ ഇറങ്ങാൻ പോവുകയാണ്. മനസ്സുകൊണ്ട് പറയണം, ആ രോഗത്തിൽ നിന്ന് കർത്താവിനെ രക്ഷിക്കും, ആ കടബാധ്യതയിൽ നിന്ന് ദൈവമെന്നെ രക്ഷിക്കും, ആ ശാപത്തിൽ നിന്ന് ദൈവമെന്നെ രക്ഷിക്കും. നിന്റെ ആ പേപ്പറിനോട് ബന്ധപ്പെട്ടല്ലേ നീ ഭാരപ്പെടുന്നത്? നിന്റെ യാത്രയോട് ബന്ധപ്പെട്ടല്ലേ നീ ഭാരപ്പെടുന്നത്? നിന്റെ വിശുദ്ധ ജീവിതം സ്വർഗത്തിൽ പോകാൻ കഴിയത്തില്ലല്ലോ എന്നുള്ളതല്ലേ നിന്റെ ഭാരം? നിന്നെ രക്ഷിക്കാൻ, നിന്റെ പാപങ്ങൾ ക്ഷമിക്കുവാൻ, നിന്റെ കുറവുകൾ ക്ഷമിക്കുവാൻ എൻ്റെ കർത്താവ് റെഡിയാണ്. നമുക്കൊന്നിച്ചു പറയാം, കർത്താവേ എന്നെ ദൈവം രക്ഷിക്കണമേ. നിങ്ങളുടെ ഉള്ളിൽ അണയാത്ത ദീപം പോലെ ഈ ദൂത് കിടക്കട്ടെ. രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം യഹോവയുടെ കൈ കുറുകിയിട്ടില്ല. ഈ ദിവസങ്ങൾ ആരോടൊക്കെയോ ദൈവം സംസാരിക്കുക. നിന്റെ ജീവിതത്തിൽ വീണുപോയ പ്രതിസന്ധിക്കകത്തുനിന്ന് യേശു നിന്നെ ഉടനെ രക്ഷിക്കും. അങ്ങനെ വിശ്വസിക്കാം, അങ്ങനെ പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവേ, സ്വർഗസ്ഥ പിതാവേ, എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. രക്ഷിപ്പാൻ ആരുമില്ലെന്നോർത്ത് വ്യാകുലപ്പെട്ട് കരയുന്ന ചിലരെ ഈ ദിവസങ്ങളിൽ ഉയരത്തിൽ നിന്ന് കൈനീട്ടി അവരുടെ പ്രതിസന്ധികൾക്കകത്തുനിന്ന് അത്ഭുതകരമായി അവരെ വിടുവിക്കണം. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കളെ നിന്റെ നാമം ചൊല്ലി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവർ അനുഗ്രഹിക്കപ്പെടട്ടെ യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഈ ദിവസങ്ങളിൽ തന്നെ യേശു നിന്നെ രക്ഷിക്കും. കാത്തിരുന്ന് കാണാം, ദൈവം പ്രവർത്തിക്കും. ഗോഡ് ബ്ലസ് യു.